മലയാള മഴവില്ലു വിടരുന്നോരാകാശം രാപ്പാടിയ പകൽ പൂരമായി രാഗാത്രമായി Radio Suno 91.7 FM, Qatar's happiness frequency. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Radio Suno. Happy anniversary! Happy anniversary! So here it is, Olive Suno Radio Network. അങ്ങനെ 8 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. ആൻഡ് ഒരു പുതിയ ജിംഗിളിലൂടെ, ഒരു പുതിയ സൗണ്ടിങ്ങിലൂടെ നമ്മളിങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഒരു വലിയൊരു കൈയടി നമ്മുടെ വിനായകേട്ടനെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി 24 മണിക്കൂറും റേഡിയോ സുനോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പുതിയ ശബ്ദങ്ങളിലായിരിക്കും കേൾക്കാനായിട്ട് പോകുന്നത്, പുതിയൊരു ഫോർമാറ്റിലായിരിക്കും, പുതിയൊരു സൗണ്ടിങ് ആയിരിക്കും നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. അത് തന്നെയാണ് ഈ ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി വിനായക്, താങ്ക് യു. ആൻഡ് ഈ ഒരു സമയം നമ്മൾ ഈ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ തുടങ്ങുന്ന സമയത്ത് അപ്പുട്ടിയും നിസയും അതുപോലെ സന്ദീപും ഞാനും ആൻഡ് അതിനോടൊപ്പം നമ്മുടെ ഫുൾ ടീമും ഇവിടെയുണ്ട്. സുദേവ്, തനീഷ, ബച്ചു ആൻഡ് ആശ, അതിനോടൊപ്പം തന്നെ എബിൻ, സിജിൽ, റൌഫ്, മുഹമ്മദ്, ഫിസ, എനിക്ക് എല്ലാവരുടെ പേരും ആൽഫിയ, അതുപോലെ നമ്മുടെ ആരൊക്കെയത് ബാക്കിൽ എല്ലാവരും ഉണ്ട്, റയ, അമീൻ, എല്ലാവരും ഉണ്ട്. പക്ഷെ അതിനിടയിൽ ഇവിടെ വീഡിയോ കോളിലൂടെ നമ്മുടെ സ്വന്തം മാനേജിംഗ് ഡയറക്ടർ ആൻഡ് co-founder കിച്ചു സാർ, അദ്ദേഹം ഇപ്പൊ ബഹ്റിനിൽ നിന്നും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബോബി ഉണ്ട്. ബോബി, മിസ് യു. യെസ്, അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സെലിബ്രേഷൻ. എന്തായാലും അവരൊക്കെ തന്നെ അവിടെയാണെങ്കിലും അവരുടെയൊക്കെ തന്നെ ഫുൾ ഹാർട്ട് ഇവിടെയാണ്. അതിനോടൊപ്പം നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങളുടെ ദിവസമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് പറഞ്ഞ ഒരാൾ പുറത്തു പോയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം അമീർ സാർ, ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് co-founder of Olive Suno Radio Network. സോ ആളും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ആഘോഷത്തിൽ തന്നെയാണ് എല്ലാവരും. തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ എന്താ പറയുന്നത്, കൺഗ്രാറ്റുലേഷൻ ടു സതീഷ് പിള്ള സാർ ഓൾസോ. അപ്പൊ നമ്മുടെ 3 ഡയറക്ടേഴ്സും അപ്പൊ നമ്മളെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന അവർക്ക് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ കാതുകൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളോട് തന്നെയാണ്. ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവർക്കും അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ആണ് ഞങ്ങളുടെ കരുത്തെന്ന് പറയുന്നത്. നിങ്ങളുടെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിലും നമ്മളിങ്ങനെ കേട്ട് കൂട്ടുകൂടി മുന്നോട്ട് പോകും. 8 വർഷങ്ങൾ കഴിഞ്ഞ് 8 വർഷമായിട്ടൊന്നും തോന്നുന്നില്ല, ഇന്നലെ തുടങ്ങിയ പോലെ. എനിക്ക് സത്യത്തിൽ 7ാമത്തെ വർഷം കഴിഞ്ഞ് 8ലേക്ക് എത്തി എന്നുള്ളൊരു ഇത് മൈൻഡ് വരുന്നില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ കുറച്ച് ദിവസം മുമ്പ് ഇരുന്ന പോലെ അതുപോലത്തെ ഒരു ഫീലാണ് ശരിക്കും തോന്നുന്നത്. പക്ഷേ ഇനി നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നമ്മളെ വെയിറ്റ് തീർച്ചയായിട്ടും ഒരു സമ്മാനങ്ങൾ 8 കൂട്ടം സമ്മാനങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. താങ്ക്സ് ടു അവർ സെയിൽസ് ടീം. ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നൽകാൻ ഇവിടെ ഞങ്ങളുടെ കൈകളിലേക്ക് ഭദ്രമായിട്ട് എത്തിച്ചതിൽ. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുള്ളത് LED ടിവികൾ, ഫോണുകൾ, സ്റ്റേക്കേഷനുകൾ, അതോടൊപ്പം തന്നെ ഒരുപാട് ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഇതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് 13-ാം തീയതി വരെ നടക്കുന്ന ഈ മത്സരങ്ങളിൽ നിങ്ങൾ എങ്ങനെ പങ്കെടുക്കണം, അതൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് ഒരു 8 കൂട്ടം സമ്മാനവുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. Olive Suno Radio Network 8th Anniversary Celebration. 8 കൂട്ടം സമ്മാനങ്ങൾ. Gift sponsors: Safari, world-class shopping experience, Doha, Qatar. Regency Staycation. Escape the city, explore the beach and desert, enjoy quality family time at Regency Sea Line Camp. Call 500-590-5555. Intertech, your authorized distributor and service partner. Flyover Wonders. Experience the sky like never before. Flyover Wonders, your ticket to adventure. London Bakery, baked to feed your soul. Johnson & Johnson. Caring for the world, one person at a time. Papa John's, exclusive on the Papa John's app. Buy 1 large pizza and get 2 free. That's right, 3 pizzas for the price of 1. Papa John's, better ingredients, better pizza. Neutrogena for healthy and beautiful skin. Yes Fitness Gym, yes you can. Your fitness journey starts here. Yes Fitness Gym, Airport Road near Crown Plaza Hotel. Call 3313-5396. And Hot and Cool.
Cool, where every bite is hot and every moment is cool. The coolest place for the hottest food in town. അങ്ങനെ ഇത്രയധികം സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വിവിധ കാറ്റഗറികളിലായി 8 കൂട്ടം സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതും സിമ്പിൾ ആയിട്ട് ഈ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് വഴിയെ പറയാം. ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നേ ഇല്ല. ഉറപ്പായിട്ടും. എന്തായാലും നമ്മൾ ഇത്രയും ഈ പറഞ്ഞ പോലെ ലിസണേഴ്സിനുള്ള സമ്മാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു മൊമെന്റിൽ ഒരു 8 വർഷം പൂർത്തിയായി നിൽക്കുന്ന ആൾക്കാരിൽ നമ്മളുടെ കൂട്ടത്തിൽ ഇവിടെ എനിക്ക് തോന്നുന്നു RGSൽ 2 പേര്, അത് അപ്പുണ്ണിയും നിസയാണ്. സോ നിങ്ങൾ തന്നെ തുടങ്ങൂ നിങ്ങളുടെ 8 വർഷത്തെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട്. അപ്പുണ്ണി അല്ല, എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം 8ാം വർഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ എന്ന സ്വപ്നം, നമ്മുടെ ടീം കണ്ട ഒരു സ്വപ്നമുണ്ട്, മാനേജ്മെൻറ്റ് കണ്ട ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. അത് നമുക്ക് ബഹ്റിലാണെങ്കിലും ശരി, ഇനി മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് GCC രാജ്യങ്ങളിലേക്കും വഴിയെ എത്തുന്നു. അപ്പോൾ ബഹ്റിൽ ലോഞ്ച് ചെയ്തു. ഇപ്പോൾ ബഹ്റിൽ നിന്നും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ ബഹ്റിലെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയ മുഖേന ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരു സ്പെഷ്യൽ ഹായ്, ഒരുപാട് നന്ദി. കൂടെ കൂടിയതിന്, കൂടെ ചേർത്തതിന്. അവിടെയാണെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആളുകൾ നമ്മളെ ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു വിജയത്തിൻ്റെ യാത്രയാണ്, ഒരുപാട് സന്തോഷം നൽകുന്നൊരു യാത്രയാണ്. 2017 നവംബർ 5-ന് 9:17 കാറ്റ് വന്ന് കാതിൽ തലോടി തുടങ്ങി ഇപ്പോൾ 8 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. കുറേ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കുറേ ആളുകൾ നല്ല നല്ല വിജയങ്ങളുമായിട്ട് നമ്മളിൽ നിന്ന് അകന്നു. നല്ല വിജയങ്ങളുമായിട്ടാണ്. അതുപോലെയുള്ള ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്കൊരു നല്ല ടീം എപ്പോഴും ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ നമ്മൾ ബഹ്റിലേക്കൊക്കെ പോയ സമയത്ത് നിങ്ങൾ 3 പേരും കൂടിയാണ് 3 പേരും കൂടി 24 മണിക്കൂർ നിയന്ത്രിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സന്തോഷം. അതെല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഓരോ മൊമെന്റും നമ്മളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഒരു ദിവസം നമ്മുടെ ഒച്ചയൊന്ന് ഇടറിയാൽ വിളിച്ചന്വേഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തു പറ്റി, അസുഖമല്ലതുമാണോ എന്ന് ചോദിക്കുന്ന, അത്രയും സ്നേഹം നൽകുന്ന അവരോടുള്ള പ്രത്യേക സന്തോഷവും സ്നേഹവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ലിസണേഴ്സ് ഉണ്ട്. എടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ കുറെ പേരുടെ പേര് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആരുടെ പേരും പിന്നെ പിണങ്ങി പോകും. അതുകൊണ്ട് നമ്മള് ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല. എല്ലാ ലിസണേഴ്സും ഞങ്ങളുടെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഞങ്ങൾ പോകുന്ന സമയം വരെ, കുട്ടി ലിസണേഴ്സ്, അത് കുട്ടി ലിസണേഴ്സ്, രാവിലത്തെ ഒരു 6 to 7 സമയം എങ്ങനെയാ പോകുന്നത് നമുക്ക് മാത്രം അറിയില്ല. അപ്പൊ അവരുടെ ഒരു വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അവർക്കുള്ള വലിയ സ്നേഹം അറിയിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 8 വർഷം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ സാറുമാരുടെ, കിഡ് സാർ, അമീർ സാർ, അപ്പുണ്ണി, എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ലൈഫിൽ കിട്ടി. എൻ്റെ ലൈഫിൽ കിട്ടിയതെല്ലാം വലിയ ബോണസാണ്. അപ്പൊ ഇനി അത് തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു ഓൾ. ഈ ഒരു സമയത്ത് അവിടെ മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിച്ചോ, കറക്റ്റ് ആയിട്ട് കേട്ടോളും. 2 പേർക്ക് സംസാരിക്കാം, കിച്ചു സാർ ആൻഡ് ബോബി. മ്യൂട്ട് ചെയ്തിട്ടായിരുന്നില്ല. പറഞ്ഞു സംസാരിച്ചോ? ലൈവാണ്, പറഞ്ഞോളൂ. ഇത് ഓണേറാണോ? അയ്യോ, പറഞ്ഞോളൂ. എല്ലാവർക്കും വിശ്വാസം. We are actually missing you all. We miss you too. We miss you too. പക്ഷെ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഇവിടെ നമുക്ക് നല്ലൊരു ലിസണർഷിപ്പ് ബേസ് ആയി തുടങ്ങിയിട്ടുണ്ട്. പീപ്പിൾ ആർ വെരി ഹാപ്പി വിത്ത് ദ പ്രോഗ്രാംസ്. നിങ്ങളുടെയും അവിടെ നിന്നും ക്രോസ് പ്രൊമോഷൻസും ക്രോസ് ഇതൊക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നന്നായിട്ട് പോകുന്നു. Let's hope for many more years of togetherness and success. Thank you so much everybody. Thanks to listeners, clients, everybody. Bobby, team, partners. Yeah. എല്ലാവർക്കും നമുക്ക് താങ്ക്സ്. താങ്ക് യു സർ. താങ്ക് യു ബോബി. കരയരുത്, കാര്യം പറഞ്ഞാൽ മതി. ഇല്ല ബോബ്, ഞങ്ങൾക്ക് ഇവിടെ എത്രയായാലും ഇന്ന് ലഞ്ച് ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്കും ലഞ്ച് ഉണ്ട്. അതെ, അല്ല നിങ്ങൾക്ക് 2 ആനിവേഴ്സറി ആയല്ലോ ഇപ്പൊ വന്നു. ഞങ്ങള് 8 years ഞങ്ങൾ പറയുന്നു ഇവിടെ ബഹ്റിനിലുള്ളവര് എങ്ങനെയൊക്കെയോ ഞങ്ങൾ പറഞ്ഞു 8 years എന്ന് പറഞ്ഞിട്ട് they also like 8 years രീതിയിൽ തന്നെ ഇവിടെ നിൽക്കുന്നത്. So it's not Qatar or Bahrain എന്നുള്ള ഡിഫറൻസ് ഇല്ല. just Radio Suno or Olive Suno എന്നുള്ള ഫീൽഡിൽ തന്നെയാണ് ബഹ്റിനിലെ ആളുകളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത്. and we are so happy for that. 1 month old ആയുള്ളെങ്കിലും അതിൽ കൂടുതൽ നമ്മളൊക്കെ ബഹ്റിനിൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നുന്നതിന്റെ ഒരു റീസൺ ഇസ് ബിക്കോസ് ഖത്തർ റേഡിയോ സുനോ ഇവിടെ എല്ലാവർക്കും അത്രയും അറിയാമായിരുന്നു. ദേ ആൾ ഫോളോയിങ് ഇറ്റ്. അപ്പൊ നമ്മൾ എന്താന്നുള്ളത് ഡെഫിനറ്റ്ലി ഇവിടെ ഉള്ളവർക്ക് അറിയാം. സോ അതുകൊണ്ട് ഒരു പുതിയ സ്ഥലത്ത് പുതിയ ആളുകളുടെ അടുത്ത് വന്ന ഫീൽ ഇല്ല നമുക്ക്. നമ്മളെല്ലാം ഖത്തറിൽ കണ്ടിരുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ വന്നൊരു ഫീലാണ്.
സോ വെരി വെരി ഹാപ്പി. 8 yearsൽ ഒരു വലിയൊരു എന്താണ് മൈൽ സ്റ്റോൺ ആണ് ബഹ്റിനിലേക്ക് വന്ന റേഡിയോ സുനോ. അതിന്റെ ഭാഗമായി ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. എന്നാലും ഞങ്ങളെ മിസ് ചെയ്യുന്നില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ കറക്റ്റ് സമയത്ത് അങ്ങോട്ട് വിളിച്ചത്. സത്യം പറഞ്ഞ വലിയായിട്ട് മിസ് ചെയ്യുന്നില്ല. ഓ ശരി, എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ബോബി ഇങ്ങനെ ഫ്രണ്ടിക്കോട്ട് ശരി ശരി. എന്താ സോ മിസ്സിംഗ് യു ഗൈസ് ആൻഡ് ഓൾസോ അച്ചുവിനോടും ആഗ്നയോടും അതിനോടൊപ്പം ബാക്കി എല്ലാ ആർജിസ്റ്റിനോടും ടീം മെമ്പേഴ്സിനോടും പറയാം. അവർ ഓൺ എയർ ആണ്, നമ്മൾ ഉച്ചയ്ക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവരുമായിട്ട്. താങ്ക് യു. ഓക്കെ, അപ്പൊ ശരി, ഇനി താങ്ക് യു സർ. അപ്പൊ ഇനിയെങ്കിലും മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നേരെ സന്ദീപിലേക്ക് പോകാം. യെസ്. ഹലോ. കരയാണോ? ഇല്ലില്ല, കരയല്ല. ഞാൻ ആ ഒരു ഭാഗത്ത് നിന്ന് ഫ്രണ്ടിലേക്ക് വന്നതാ. ഓക്കെ, അപ്പോൾ എൻ്റെ 3rd year ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ട്. ആസ് യൂഷ്വലി പറയുന്ന പോലെ തന്നെ നമ്മുടെ ലിസണേഴ്സ് കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ഓൺ-എയറിൽ പറഞ്ഞാൽ പോലും തന്നെ അവർ നമ്മളെ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മുമ്പ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വയ്യാണ്ടാവുമ്പോൾ അവരുടെ ആ ഒരു കൺസേൺ എല്ലാവർക്കും ഇവിടെയുള്ള ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ഫാമിലി. വി കം ടുഗെദർ. സന്തോഷത്തോടു കൂടി തന്നെ എല്ലാ വലിയ അവസരങ്ങളിലും എല്ലാ വലിയ നിമിഷങ്ങളും നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. സോ പറയാനുള്ളത്, ഈ ഫാമിലി ഇനിയും മുന്നോട്ട് ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ ഇത്രയും നല്ലൊരു ടീം മുന്നോട്ട് ഒരുപാട് വർഷങ്ങൾ പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ പോകേണ്ടത് വിനായകേട്ടൻ എവിടെ പോയി? വിനായകേട്ടൻ പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. വിനായകേട്ടൻ എന്തായാലും വിളിക്കുക. ആൻഡ് അതിനോടൊപ്പം ഇൻ ബിറ്റ്വീൻ സുദേവിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭയങ്കരമായിട്ട് ഇവിടെ മിസ് ചെയ്യുന്ന വേറെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഒന്ന് വിഷ്ണു ചേട്ടൻ. വിഷ്ണു ചേട്ടൻ ഈ പറഞ്ഞ പോലെ 8 വർഷമായിട്ട് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെ കൂടെ ഉള്ള ഒരാളാണ്. അതിനോടൊപ്പം അനിലേട്ടൻ, നമ്മുടെ ടെക്നിക്കൽ ഹെഡ്. അനിലേട്ടൻ ഇല്ലാണ്ട് ഇതൊന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റൂല അല്ലേ? അപ്പൊ അനിലേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനോടൊപ്പം നമ്മുടെ കൂടെ കുറച്ച് കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള ആശിയ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയതാണ്. അപ്പൊ ആശിയ, വി മിസ് യു. ആശിയുടെ കുട്ടികളെല്ലാരും ഇവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അതെ. എന്തായാലും ഇനി നമുക്ക് നേരെ പോകാം സുദേവിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. നല്ലവനായ ഉണ്ണി വളരെ മാന്യനായിട്ട് ഡ്രസ് ചെയ്ത് വന്നുകൊണ്ട് ഞാൻ ഈ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ചുമ്മാ പറയാം. ബട്ട് നിങ്ങളെല്ലാവർക്കും ഒരു ഹാപ്പി ആനിവേഴ്സറി. കാരണം 8 വർഷങ്ങളായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് അപ്പുണ്ണി ചേട്ടനാണെങ്കിലും നിസയാണെങ്കിലും യു ഹാവ് സീൻ ദിസ് ഓർഗനൈസേഷൻ ഗ്രോ. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഖത്തർ മാർക്കറ്റിൽ തന്നെ വന്ന ചേഞ്ചസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് 2ാമത്തെ ആനിവേഴ്സറി ആണ് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കിൻ്റെ. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഞാനും ബച്ചും കൂടെ അൽഖോർ വരെ ഒന്ന് കറങ്ങാൻ പോയതാണ്. അപ്പോൾ ടെക്നിക്കലി ഫസ്റ്റ് ആണ്. അപ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗെറ്റപ്പിൽ വന്നത്. അപ്പോൾ ലൈവ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ ഗെറ്റപ്പ് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ലൈവും കൂടെ കാണണം. അത്യാവശ്യം ലുക്കായിട്ടാണ്. ബട്ട് റേഡിയോ സുനുവിന്റെ എല്ലാ ലിസണേഴ്സിനും ഒരുപാട് നന്ദി പറയണമെന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം വന്ന് സംസാരിച്ചു പോകുന്ന ആൾക്കാരാണ്. യെസ്, എന്നാലും ഇടയ്ക്ക് അവിടെ എനിക്ക് മെസ്സേജ് അയക്കും, ഹലോ സുദേവ് ബ്രോ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളുടെ ആ ഒരു ഇന്റൻസിറ്റി എന്താണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. താങ്ക് യു സോ മച്ച് ഫോർ ലവിങ് us. താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് വിത്ത് us. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് വിത്ത് us. ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറയാണ്, കേട്ട് കൂട്ടുകൂടാം. ഇനിയും ഒരുപാട് വർഷങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. താങ്ക് യു. ഓക്കെ, വിനായകിലേക്ക് പോവാം. വിനായകിലേക്ക്. ഹലോ ഗൈസ്. ഹലോ. താങ്ക് യു. ഓക്കെ, വിനായക 8 വർഷത്തിന്റെ യാത്ര സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കുറെ മിസ്റ്റേക്സ് തിരുത്താൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി അധികം ഇമ്പ്രൂവ് ആവാൻ പറ്റിയിട്ടുണ്ട്. ഈ പുതിയ കാലത്തിന്റെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ റേഡിയോസിനോ സൗണ്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറെ മാസങ്ങളായിട്ട് തുടങ്ങിയ ഹാർഡ് വർക്ക് തന്നെയാണ് വിനായകേട്ടൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ കേൾക്കുന്ന റേഡിയോയിലൂടെ ഓരോ എലമെന്റുകളും ഓരോ കാര്യങ്ങളും അത്രയധികം ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഓരോ മണിക്കൂറും മാറ്റിവെച്ച ആൾക്ക് വേണ്ടി ഒരു വലിയ കൈയടി. എന്തായാലും വിനായക് പറഞ്ഞത് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
കേൾക്കുന്നവരാണ് പറയേണ്ടത്. ഞങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അത് മാറ്റമാണോ ഉൾക്കൊള്ളേണ്ടതാണോ എന്ന് അവർ തന്നെയാണ് അവരുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്വീകരിക്കുന്നതായിരിക്കും. വിനായകേട്ടന് ഓഫ്കോഴ്സ് ആദ്യം പറഞ്ഞത് അതാ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടോ. അതെ, അതായത് നമ്മള് ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ മറ്റേ എല്ലാ എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ പട്ടാന്ന് പറഞ്ഞ സാധനം കൊടുക്കല്ലേ. നമ്മൾ ഇതുവരെയുള്ള ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ ആ മെയിൻ എലമെന്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു ഫുൾ പുതിയ റേഡിയോ സ്റ്റേഷൻ എങ്ങനെയായിരിക്കും സൗണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അതായത് ഷോ സെഗ്മെന്റ് ടു എല്ലാം ഫുൾ എലമെന്റ് നമ്മൾ മാറ്റിയിരിക്കുകയാണ്, അഡ്വർടൈസ്മെന്റ്സ് ഒഴിച്ച്. ഓക്കെ, സോ 8 വർഷത്തെ യാത്ര എന്തായാലും ഇവിടെ നിൽക്കുന്നു. ഈ ഒരു ടൈമിൽ 8 വർഷത്തെ യാത്ര വയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു സ്ഥിരം കഥയുണ്ട്. ആ കഥ ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ സെയിം സിറ്റുവേഷൻ ഇന്ന് സംഭവിച്ചു. അതാണ് തൊട്ട് മുമ്പ് ഞാൻ ഇറങ്ങി ഓടിയത്. ആ കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ട് പുതിയ ജിംഗിൾ വന്ന ഫയലില്ലേ, അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ആ സത്യം ഞാൻ ഇപ്പൊ പറയാം, ചെക്ക് ചെയ്യാത്തതാണ് സാറേ സാറിന്റെ. അത് നോക്കാനാണ് ഞാൻ ഇറങ്ങി ഓടിയത്. ഓക്കെ, അതെ, അതപ്പോ കറക്റ്റ് ആയിട്ട് കയറി. അതാണ് എന്തായാലും നമുക്ക് വീണ്ടും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട്. ഓക്കെ, നേരെ ഞാൻ ബച്ചുവിലേക്ക് എത്തുന്നു. ബച്ചു, എനിക്ക് തോന്നുന്നു പ്രസംഗമൊക്കെ പഠിച്ചു രാവിലെ. ആദ്യമായിട്ട് ഹാപ്പി ആനിവേഴ്സറി, 8th ആനിവേഴ്സറി ടു ഈച്ച് വൺ ഓഫ് അസ് ആൻഡ് ദ ലിസണേഴ്സ്. പിന്നെ അതോടുകൂടി ഇപ്പൊ പറഞ്ഞില്ലേ ചെക്ക് ചെയ്തിട്ടില്ല, ഞാനത് ചെക്ക് ചെയ്തായിരുന്നു. എന്റെ ക്ലൈന്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യണമല്ലോ. പിന്നെ ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൂമെന്റ് ആണ്. 8 വർഷം റേഡിയോ സുനോന്റെ കൂടെ, ഒലീവ് സുനോൻ റേഡിയോ നെറ്റ്വർക്കിന്റെ കൂടെ, പിന്നെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ മാനേജ്മെൻറ്റ്, എല്ലാവരും ലിസണേഴ്സ് എല്ലാവരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. രാവിലെ പഠിച്ചത് മറന്നുപോയി. ഓക്കെ, ഇനി സിജിലാണ് ഈ പറഞ്ഞ അടുത്തത്. സിജിലേട്ടന്റെ ഒരു ഇൻട്രോ ഉണ്ട്, അതെല്ലാരും കൂടെ ഒരുമിച്ച് പറയാനാണ് സിജിലേട്ടൻ വരുന്നത്. നിങ്ങൾ കാണുന്ന റേഡിയോ സുനോയിലൂടെ നിങ്ങൾ കാണുന്ന പല എന്താ പറയുന്ന ഡിജിറ്റൽ വർക്കുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന മുഖ്യധാര തല. അരുൺചേട്ടനോ? അതെ, അരുൺചേട്ടനെ മിസ് ചെയ്യുന്നു കേട്ടോ. ശരിയാണ്. അതെ, അപ്പൊ സിജിലെ എന്താണ് സന്തോഷം? ഒരു മിനിറ്റ്, കുറച്ച് ദിവസങ്ങളായിട്ട് നിസ ദിവസം മറ്റേ മോർണിംഗ് സവാരികൾ കൊണ്ടിരുത്തിയിട്ട് ഒരു മിനി ആർജി ആക്കി വെച്ചേക്കുവാണ്. മാറ്റിനിയില്ല, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് നല്ലപോലെ സംസാരിക്കാനായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി മറന്നു. അല്ല, സിജിലിനോടുള്ള ഒരു സന്തോഷം. ഈ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ നിങ്ങളുടെ ലൈവ്, നിങ്ങളെല്ലാവരും ഞങ്ങളില്ലാത്ത ലൈവ് ഞങ്ങൾ കാണുന്നത് ബഹറിൻ എയർപോർട്ടിൽ ഇരുന്നിട്ടായിരുന്നു. ചൈനയിൽ നിന്നുള്ള യാത്ര തിരിച്ചു. ഓക്കെ, അപ്പൊ സിജിലെ എന്താണ് ഒരു എന്ത് സന്തോഷമാണ്, എങ്ങനെയാണ് സന്തോഷം പങ്കുവെച്ചത്? ഒരുപാട് സന്തോഷം. കുറെ മാറാൻ പറ്റും, കുറെ വർക്കുകളൊക്കെ പഠിച്ചു. ഒരാൾ പുറകെ നിൽക്കുന്നു. കറക്റ്റ് സമയത്ത് പോയി. സിജിൽ എന്ന് പറഞ്ഞാൽ സാർ വേണം. സാറിറങ്ങി പോയി, സിജിൽ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, റൌഫ് അല്ലല്ല, റൌഫ് സംസാരിച്ചേ പറ്റൂ. അങ്ങനെ പാടില്ല. റൌഫ് സംസാരിക്കൂ പ്ലീസ്. ഞങ്ങൾ നമ്മുടെ കൂടെ നാദാപുരത്തിന്റെ നാദമായി എല്ലാ ദിവസവും നമ്മളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ വീഡിയോ ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും എഡിറ്റ് ചെയ്ത്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഒരു പേഴ്സണലി ഒരു ചെറിയൊരു ക്ഷമ പറയാനുണ്ട്. കാരണം ഇന്നലെ രാത്രി വരെ ഞാൻ പുള്ളി ഇരുത്തി ഒരു പോസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാദാപുരത്തിന്റെ നാദമായ റൌഫ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റൌഫ് ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ബാ, 8ന്റെ പണി വന്നിട്ടാണ് ക്ഷമാവണം അല്ലേ? റൌഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു വാദ്യോപകരണം കൊണ്ട് അദ്ദേഹത്തിന്റെ മെലോഡിക്ക എന്താ പ്ലേ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇവന്റുകളിലും ഞങ്ങളുടെ എന്താ പറയുന്ന ഓഫീസ് വെൽക്കമുകളിലൊക്കെ സജീവ സാന്നിധ്യമാണ് റൌഫ്. അതെ, തിളങ്ങുന്ന ഒരാളാണ്. ഇന്ന് എടുക്കായിരുന്നു കേട്ടോ. അതെ അതെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒരുപാട്. എന്നാലും പറയൂ പ്ലീസ്, 2 വാക്ക്. അത്രേ ഉള്ളോ? എടേ, ഇത്രയും ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നേടേ, 2 വാക്ക് പറ. എന്താ പറയാ, ഞാൻ സംസാരം കുറവാ. ചുമ്മാതാണ്, സംസാരമൊന്നും കുറവല്ല. അതെ, കുറച്ച് കൂടിയെങ്കിലേ ഉള്ളൂ. കുഴപ്പമില്ല, സന്തോഷം. ശരി, ഓക്കെ. നേരെ എബിനിലേക്ക് പോകുന്നു. എബിൻ പ്ലീസ്.
നമസ്കാരം. നമസ്കാരം. സന്തോഷം. കൂട്ടുകൂടിയിട്ട് ഇവിടെ 2 വർഷമായി. 2 വർഷമല്ല, 3 വർഷം ആകുന്നു. ആനിവേഴ്സറി പങ്കെടുക്കുന്നത് 2ാമത്തെ വർഷമാണ്. ഓക്കെ, അങ്ങനെ താങ്ക് യു അല്ലല്ല, ഒരു പാട്ട് പാടാൻ എങ്ങനെ പോവാ? ഇല്ല, എനിക്ക് ജലദോഷ. സ്ഥിരം നമ്പർ അല്ല, പക്ഷെ ശരിക്കും ജലദോഷ. കുഴപ്പമില്ല, ഞങ്ങൾ സഹിച്ചോളാം. ഒട്ടും വയ്യാത്തോണ്ട്. ആണോ? ഓക്കെ, കുഴപ്പമില്ല. ഇനി നേരെ ആരാണ് അടുത്ത ആരാണ് മുന്നിലേക്ക് വരുന്നത്? മുഹമ്മദ്, ഒരു 2 വാക്ക് പറ, അറ്റ്ലീസ്റ്റ് സന്തോഷം എന്തെങ്കിലും പറ. ഓക്കെ, അന്ന് നമുക്ക് ആൽഫിയനെ വിളിക്കാം. ആൽഫിയ വരൂ പ്ലീസ്. എടേ മൈക്ക് അവിടെ എത്തിയടേ. ഹായ്, ഹലോ listeners of Radio Suno 91.7 FM. Yes. ഒരുപാട് സന്തോഷമുണ്ട്. And thank you so much for tuning with us and staying along with us. എൻ്റെ 4ാമത്തെ വർഷമാണത് ആക്ച്വലി. ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ ജേർണി ദാറ്റ് ഐ ഹാഡ്. ഒരുപാട് ലിസണേഴ്സിന് നേരിട്ട് അവരെ വീടുകളിൽ പോയി കാണാനും അവരുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദാറ്റ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. ആൽഫിയനെ കുറിച്ച് പറയുന്ന സമയത്ത് ആൽഫിയ ഏതൊക്കെ റോൾ ഈ ഓഫീസിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. കാരണം ആൽഫിയ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ വരുന്നത് ഒരു RJ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അതിനുശേഷം ആൽഫിയ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാൻ പറ്റും, ഈ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്ന പലർക്കും അറിയാൻ പറ്റും. ആൽഫിയ PR ആയി, ആൽഫിയ മാർക്കറ്റിംഗ് ആയി, ആൽഫിയ അഡ്മിൻ ആയി, ആൽഫിയ HR ആയി, OB ജോക്കായി, വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് റോളുകൾ. താങ്ക് യു ആൽഫിയ, താങ്ക് യു. ഇനി കിതാജി. യെസ്, ഹിയർ ഇറ്റ് ഈസ് സിമ്രൻ 8 years. मिठाइयां बहुत सारे बटा के केटു കുട്ടു കൂടാ. ഹലോ, 8 വർഷമായി മലയാളത്തിൽ സംസാരിക്കുക. എന്താ വിശേഷം? So last time I think you were with Tapuni not celebrating our anniversary in China. Yes. Yeah. I guess उससे पहले आ गए थे अपनी. नहीं. The same day उसके बाद आए थे. So we were celebrating our anniversary in China. No. Yeah, two busy people. I know. हमारे ऑफिस ने हमको बोला कि चाइना घूम के आओ, इतने साल हो गए तुमको सेलिब्रेट करते हुए. So just tell us how you feel 8 years in Olive Suno Radio. To be very honest, जब भी मैं बात करती हूँ तो वो सब गूज़बम्स से आते हैं, ऐसा लगता है कल की बात ही है. बट 8 years यार, धीरे धीरे करके इतने साल हो गए हैं. एंड एक्चुअली आई एम इमोशनल क्योंकि शुरू से कनेक्शन जो है वो ऑलिव सुनो रेडियो नेटवर्क के साथ रहा है. एंड सबसे पुरानी तो मैं ही हूँ अभी रेडियो ऑलिव की अगर बात करूँ तो. बाकी या अपुन्नी है हमारे साथ अभी सुनो में. सो या बधाइयाँ मिठाइयाँ थे बहुत सारे पटाखे. एंड हैप्पी एनिवर्सरी टू अस. ഹാപ്പി ആനിവേഴ്സറി. യെസ്, ഓക്കെ, അടിപൊളി. ഇനി ബാക്കി എല്ലാവർക്കും ഓരോന്നോരോന്ന്. ആശ, ആദ്യത്തെ വന്നിട്ട് 1 മാസം ആയോ? ഇല്ലെന്ന് തോന്നുന്നു. ആദ്യത്തെ ആനിവേഴ്സറി ആണ്. എൻ്റെ ജീവിതം ധന്യമായി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണിത്. അപ്പം താങ്ക് യു. ഞാൻ വന്നിട്ട് ആകെ 1 മാസമേ ആയിട്ടുള്ളൂ, പക്ഷേ താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തേ റയാൻ വരൂ. Happy anniversary to Olive Suno Radio Network, to us, the listeners and all of them. So ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മാസം ആവുന്നു. ബട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ 6 മാസം ആയ പോലെ തോന്നുന്നില്ല. ഇറ്റ്സ് ബീൻ ലൈക്ക് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണെന്ന് തോന്നുള്ളൂ. പക്ഷേ വാട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഇസ് ഐ ഹാവ് മെറ്റ് ലോട്ട് ഓഫ് അമേസിംഗ് പീപ്പിൾ ഹിയർ. ബട്ട് it's not about that. It's already feels like home now for me, and I'm very grateful and blessed to be here. അപ്പം എനിക്ക് വളരെയധികം സന്തോഷം. അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആണ് ടു ഹാവ് സച്ച് എ വണ്ടർഫുൾ ഹാപ്പി ഫാമിലി. സോ ഐ എം ഗ്രേറ്റ്ഫുൾ. സോ ഹാപ്പി ആനിവേഴ്സറി. ഗോഡ് ബ്ലെസ്. യെസ്. ആൻഡ് ഇനി എന്തായാലും പറയാനുള്ളത്, 8th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു സന്തോഷം വേറെ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒലിവും സുനോയും മാത്രമല്ല, അല്ലെങ്കിൽ ലങ്കി നേപ്പാളും മാത്രമല്ല, ഒരു അറബിക് FM കൂടി ലോഞ്ച് ചെയ്തത് തെത്കർ FM ആണ്. തീർച്ചയായിട്ടും 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ മറ്റൊരു തൂവൽ കൂടി വരികയായിരുന്നു. അപ്പൊ എന്തായാലും അവിടെ നിന്ന് ഒരാൾ കൂടി നമ്മളുടെ കൂടെ സന്തോഷത്തിൽ ചേരുന്നുണ്ട്. അവിടുത്തെ PH നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. സുനൂർ, صباح الخير. صباح الخير. أول شيء أنا أهنيكم على هذا النجاح. أنا بتكلم باللغة العربية بحكم أني أنا يعني إذاعة تذكار عربية. كل عام وأنتم بخير إن شاء الله، من نجاح إلى نجاح أكبر. أنا سعيدة وفخورة أني أنا منضمة لهذه الشركة الإعلامية الجميلة. أنا ممتنة أني أكون معاكم في هذا اليوم الخاص والجميل.
كل سنة وأنتم طيبين وإن شاء الله من نجاح إلى نجاح بإذن الله. തീർച്ചയായിട്ടും അല്ല, ഭാഷകൾക്ക് അതീതമാണ്, ഭാഷകൾക്ക് അതീതമാണിത്. ഇതെല്ലാം ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷവും അഭിമാനവും നമുക്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ് ഖത്തർ എന്ന് പറയുന്നത്. സോ താങ്ക് യു നൂർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സോ ടെൽ എവ്രിവൺ നന്ദി. സോ ഹിയർ ഇറ്റ് ഈസ്. എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ ഈ പറഞ്ഞ പോലെ ഇനിയും കുറച്ചധികം ആൾക്കാരും കൂടി ഉണ്ട്. सिमरन एंदो ഒരു കാര്യം വിട്ടുപോയി. जितनी बातें करें उतनी कम है. एक चीज मैं बताऊंगी कि अभी हम सुनो पे लाइव हैं, थोड़ी देर में हम रेडियो ऑलिव पे भी फेसबुक और इंस्टाग्राम पे लाइव आएंगे 10 बजे. आप जो है वो हमें सुनिए एंड या दैट्स इट. बाकी मैंने कह दिया. ഓക്കെ ഫൈൻ. ഇനി ആരാണ്? പ്ലീസ് അമീൻ. അമീൻ രണ്ട് വാക്ക് സൊല്റാ. അതെ അതെ, കവിത 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 ഒന്നും ഇല്ലെങ്കിലും ഏതാച്ച് சொல்லு. നന്ദി വണക്കം. നന്ദി വണക്കം. ഓക്കെ. ആൻഡ് നമ്മുടെ കൂടെ പുതിയ കുറച്ച് പേരും കൂടി ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് പ്ലീസ്. എല്ലാവരും സംസാരിക്കണം. അത് രണ്ട് വാക്ക് നിങ്ങളായിട്ട് വന്ന് സംസാരിച്ചാൽ ഓക്കെ. സ്നേഹിക്കാനും സ്നേഹം തരാനും മാത്രം അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. 8ാം ആനിവേഴ്സറി മുഹമ്മദ് തൂക്കി. അതെ, അവന്റെ ഫസ്റ്റ് ആനിവേഴ്സറി. ഓക്കെ, റിസ വന്നതാ കുറച്ചാഴ്ചയുള്ളൂ. വാ, എല്ലാരും സംസാരിക്കണം. അതിവിടുത്തെ നിയമ അറിയില്ല. എല്ലാരും കുറച്ച് ഷൈ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഷിഫാദ് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ പേരുണ്ട്. ഈ പറഞ്ഞ പോലെ പുറകിൽ തന്നെ കുറേ അധികം ആൾക്കാരുണ്ട്. അയ്യോ, അതിനിടയിൽ ഞാൻ സംസാരിച്ചില്ല. കുഴപ്പമില്ല, ഓക്കെ. അല്ല, 7 വർഷം. അതെൻ്റെ 7ാമത്തെ വർഷമാണ്. 7th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ടെക്നിക്കലി പറയുകയാണെങ്കിൽ 8 വർഷത്തെ ആനിവേഴ്സറിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആനിവേഴ്സറി മുതലേ ഞാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു മെഗാ ഇവന്റ് ചെയ്യുന്നത് തന്നെ MES സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. അന്ന് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കിനെ സ്വാഗതം ചെയ്ത് സ്റ്റേജിലേക്ക് കയറ്റാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പം അതേ സ്ഥലത്ത് ഇവിടെ ഇരിക്കുന്നു. അപ്പം അതൊരു വലിയ സന്തോഷം തന്നെയാണ്. സോ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷവും കൂടെ തന്നെയുണ്ട്. സോ ആ ഒരു 7 years എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക എക്സ്പീരിയൻസ് നിറഞ്ഞൊരു വർഷങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അന്നുണ്ടായിരുന്ന ഞാനല്ല ഇന്നുള്ളത്. ഭയങ്കര മാറ്റങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ഭയങ്കര മിസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമ്മുടെ കൂടെയുള്ള പല ആൾക്കാരും ഈ പറഞ്ഞ ഇൻക്ലൂഡിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഇപ്പം ഒരു പ്രസൻസിൽ മിസ് ചെയ്യുന്ന ബോബീനെയാണ്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് ഇത്രയും കണക്റ്റ് ആവാനായിട്ട് പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെയാണ്. അത്രയും ആ ഒരു ഫാമിലി കണക്ഷൻ. എല്ലാവരും മറ്റേ കളിയാക്കി ചോദിക്കുന്ന പോലെ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചാണല്ലോ പുറത്താണെങ്കിലും ഒക്കെ തന്നെ. സോ അങ്ങനെ എവിടെ പോയാലും ഈ ഒരു ടീം നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സോ താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവ്രി വൺ. ആൻഡ് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പഠിക്കാനായിട്ട് എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് നമുക്കുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ വലിയൊരു കൈയടി കൊടുക്കണം. ബിക്കോസ് പല ആൾക്കാരും പല കാര്യങ്ങളും ഇവിടുന്ന് പഠിച്ചിട്ട് പോകാൻ കാരണം അത് തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് തിങ്. സോ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഈസ് റെയർ, ബട്ട് വെൻ യു ഗെറ്റ് ഇറ്റ് യു ഹാവ് ടു ടേക്ക് ഇറ്റ്. അതാണ് ഒരു ബിഗ്ഗസ്റ്റ് തിങ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ദിസ് ഇസ് മൈ 7th ആനിവേഴ്സറി ആൻഡ് 8th ആനിവേഴ്സറി ഓഫ് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക്. 8 കൂട്ടം സമ്മാനങ്ങളാണ് ഈ ഒരു ദിവസം. ഈ ഒരു ദിവസമല്ല, ഇന്ന് മുതൽ 13ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ 8 കൂട്ടങ്ങൾ സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വഴിയെ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഉറപ്പായിട്ടും. എന്തായാലും ഇപ്പൊ നമുക്ക് നേരെ അതായത് ആദ്യ വർഷം ആദ്യം മൈക്ക് ഓണാക്കി ഓൺ എയറിൽ കയറിയപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പ്ലേ ചെയ്ത ഫസ്റ്റ് സോങ് ഓഫ് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക്, സ്പെഷ്യലി ഓൺ റേഡിയോ സുനോ 91.7 FM. തുടങ്ങണ്ടേ? ആഘോഷം തുടങ്ങാം. അപ്പോൾ this is 8th anniversary celebration of ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക്.